ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ സാന്ത്വനം 2-ൻ്റെ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു പുതിയ വിശേഷം കേട്ടാലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ അലോക് നമ്മുടെ അനുമോളെ കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലും ഈ മുഹൂർത്ത സമയം ഒന്ന് കഴിയണം, അതായത് അനുമോളുടെ വിവാഹം എങ്ങനെയാണെങ്കിലും മുടങ്ങണം. ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മുടെ അലോക് അനുവിനെയും പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ കല്യാണ ദിവസം രാവിലെ ജീവനും ഫാമിലിയൊക്കെ അമ്പലത്തിലെത്തി. അവിടെ ധർമ്മനെയും ആകാശിനെയും നമ്മുടെ ബാലം വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അവരെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. പക്ഷേ എത്രയെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കും? മുഹൂർത്ത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അവിടെ പിടിച്ച് നിർത്താൻ പറ്റുമോ? ആകെ ബുദ്ധിമുട്ടാവണം. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഗോമതിയും ബാലനും അതുപോലെ തന്നെ എല്ലാവരും, ആകാശും ആനന്ദും നമ്മുടെ മിത്രയും ദേവിയും എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കണം. എന്ത് പറ്റിയെന്ന് പോലും അറിയില്ലല്ലോ. ഇനി എവള് നമ്മുടെ ഫാമിലിയെ മോശപ്പെടുത്തുക, അല്ലെങ്കിൽ ഫാമിലി നമ്മുടെ ഈ ഇത്രയും കരിവാരി തേക്കാനുള്ള ഒരു ഇത് ചെയ്തതാണോ എന്നൊക്കെയാണ് ഗോമതിയുടെയൊക്കെ ചിന്ത. അനുമോള അറിഞ്ഞുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തതാണോ? പക്ഷേ ആ സമയത്ത് നമ്മുടെ ദേവിയും അതുപോലെ മീനാക്ഷിയും ഇത്രയൊക്കെ പറഞ്ഞു, ഒരിക്കലും നമ്മുടെ അനുമോൾ അങ്ങനെ ചെയ്യില്ലമ്മ. കാരണം അവൾക്ക് ഈ ബന്ധം ജീവനുമായിട്ടുള്ള കല്യാണം ഇഷ്ടമാണ്. കാരണം അവൾ അത് ജീവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് അവളുടെ മനസ്സിന് ഇണങ്ങിയ ഒരു പയ്യനെ തന്നെയാണ് അച്ഛൻ കണ്ടുപിടിച്ച് തന്നേക്കണേന്നൊക്കെ ഞങ്ങളോട് സംസാരിച്ച് തന്നെ. അതുകൊണ്ട് ഒരിക്കലും അനുമോൾക്ക് ഈ ബന്ധം ഇഷ്ടമില്ല എന്ന് മാത്രം അമ്മ പറയരുതെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്ത് പറ്റിക്കാണും എൻ്റെ മോൾക്കെന്ന് ബാലൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ മുഹൂർത്ത സമയമേ, അപ്പോൾ ആ വീട്ടിൽ കുറച്ച് റിലേറ്റീവ്സും ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ചേച്ചി വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ, അല്ല ഈ പെൺകുട്ടിയെ ഇതുവരെയും കണ്ടില്ലല്ലോ, നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിക്കണമെന്നല്ലേ പറഞ്ഞത്, പക്ഷേ മുഹൂർത്ത സമയം ദേ എത്തിയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യണം? ഇവിടെ നിന്ന് ആരും പോണില്ലേ? അല്ല ബാല, ഇനിയിപ്പോൾ അനുമോള് ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇതായിട്ട് എങ്ങാനും ഇറങ്ങിപ്പോയതാണോ? അനുമോളെ കാണാനും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആര്യം പറഞ്ഞു, അതെ ചേച്ചി അങ്ങനത്തെ ഇതൊന്നും പറയില്ല, അനുമോൾ അങ്ങനത്തെ ഒരു ഇതല്ല, അനുമോൾ വരും എന്നൊക്കെ തന്നെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ധർമ്മനും ആകാശവും കൂടെ ദേവമംഗലത്തോട്ട് എത്തുകയാണ്. കാരണം ഇനി അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം അവരെല്ലാം ഇങ്ങോട്ട് വരെയാണ്. നമ്മുടെ ജീവൻ്റെ അമ്മയും അച്ഛനും എല്ലാ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ ഇങ്ങ് വരെയാണ്. അപ്പോൾ ധർമ്മം വന്നിട്ട് പറഞ്ഞു, ഇനി പറ്റില്ല ബാലേട്ട, കാരണം എൻ്റെ ബാലൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാടാ വന്നത് ഇങ്ങോട്ട്? അവരെങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു ധർമ്മ എന്ന് പറഞ്ഞു ചോദിക്കുകയാണ്. അപ്പോൾ ധർമ്മം പറഞ്ഞു, ഇല്ല ബാലേട്ടാ, കാരണം വെച്ചാൽ മുഹൂർത്ത സമയം കഴിഞ്ഞു, ഇത്രയും നേരം അതും പറഞ്ഞ് നിന്നു. അപ്പോൾ ഇനിയും കണ്ടില്ലെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞത് അനുമോള് ബ്യൂട്ടി പാർലറിൽ നിന്ന് നേരെ വീട്ടിൽ വന്ന് ദേവമംഗലത്തെത്തി എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചിട്ട് അമ്പലത്തിലോട്ട് വരുമെന്നാണ് പറഞ്ഞത്. ഇനി എന്താ പറയണേ, ആകെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. ആ സമയം കാണാൻ നമ്മുടെ ജീവനും ഫാമിലിയൊക്കെ എത്തിയാണ് ഇങ്ങോട്ട്. അവരെത്തിക്കഴിഞ്ഞു. അപ്പോൾ ആകെ എല്ലാവർക്കും ഒരു തരം വെപ്രാളവും നെഞ്ചിടിപ്പും കാര്യങ്ങളൊക്കെ ആവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇതേ സമയം നമ്മുടെ അലോകിൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവനും ഫാമിലിയും ഇവിടെ ദേവമംഗലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ന്യൂസ് കൊടുക്കാനായിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു അലോക്. അപ്പോൾ അയാൾ വിളിച്ച് അപ്പം തന്നെ അലോകിനെ അറിയിക്കുകയാണ് അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും ഓക്കേടാന്ന് പറഞ്ഞിട്ട് അലോക് ഫോൺ വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അനുമോളുടെ അടുത്ത് അലോക് പറയാണ്, എടി നിൻ്റെ കല്യാണ മുഹൂർത്തം കഴിഞ്ഞതേ കല്യാണം നടക്കാതെ നിന്നെ കാണാത്തത് കൊണ്ട് ജീവനും കുടുംബവും ഒക്കെ ദേവമംഗലത്ത് എത്തിയിട്ടുണ്ടടി. ഇത് മതിയടി എനിക്ക്. കാരണം നിൻ്റെ ആ പലചരക്കുകാരൻ ബാലൻ, നിൻ്റെ അച്ഛനുണ്ടല്ലോ, അവനൊക്കെ നാട്ടുകാരെ മുമ്പിൽ നാണം കെടണം. ഇനി ഞാൻ കളിക്കാൻ പോണ കളി നീ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറയുന്നു. അപ്പോൾ അനുമോള് പറഞ്ഞു, എന്തിനാണ് അലോകെ നീ എന്നെ ഇങ്ങനെ ഇത്രയേറെ ഇറിറ്റേറ്റ് ചെയ്യണത്? ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നതാണോ ഇത്രയും വലിയ തെറ്റ്? ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ ഈ ഒരു ക്രൂരത എന്നോട് എന്തിനാണ് അലോകയെ കാണിക്കണതെന്നും പറഞ്ഞ് അനുമോള് കരയാണ്. എടി നിൻ്റെ കള്ളക്കണ്ണീരൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എനിക്ക് നിന്നോട് പ്രേമം മൂത്തിട്ടൊന്നുമല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. എനിക്ക് നിൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നിന്നെ കാലാകാലം കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതൊന്നും എനിക്ക് നേർച്ചയില്ല. ഞാൻ എൻ്റെ വല്യച്ഛൻ പറഞ്ഞതുപോലെ ഒരു കോടീശ്വരിയെ കല്യാണം കഴിക്കാൻ പോവാടി. ഞാൻ കോടികൾ കൊണ്ട് അമ്മാനം ഓടടി. അപ്പോഴാണ് പലചരക്കുകാരൻ്റെ മുക്കാചക്രം എന്നൊക്കെ പറഞ്ഞ് അലോക് ഒരുപാട് ഇങ്ങനെ നമ്മുടെ അനുമോളെ പറയണം കേട്ടോ. ഈ സമയം നമ്മുടെ ജീവൻ എത്തി. അപ്പോൾ ജീവൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്കിളെ അനുമോളെ കാണുന്നില്ല.
ഇറങ്ങുന്നില്ലല്ലോ, മുഹൂർത്ത സമയം കഴിഞ്ഞു, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവി പറഞ്ഞു അവൾ ബ്യൂട്ടി പാർലറിൽ നിന്ന് നേരെ അങ്ങോട്ട് അമ്പലത്തിലേക്ക് വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവൻ്റെ അമ്മ ജലജ ചോദിച്ചു, നിങ്ങളുടെ ധർമ്മം പറഞ്ഞു ബ്യൂട്ടി പാർലറിൽ നിന്ന് നേരെ ഇവിടെ ദേവമംഗലത്ത് എത്തിയിട്ട് ഇവിടെ നിന്ന് അനുഗ്രഹം മേടിച്ചാണ് അമ്പലത്തിലെത്തുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഓരോന്നാണല്ലോ പറയണേ, എന്തോ തുടക്കം മുതൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീവൻ്റെ അച്ഛനും ചോദിക്കുന്നുണ്ട്, ബാലേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ജലജയും അതായത് ജീവൻ്റെ അമ്മയും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് എന്തു പറയാനാ, അവരുടെ അടുത്ത് എന്ത് പറഞ്ഞ് നിൽക്കണമെന്നുള്ളൊരു പിടുത്തം പോലും കിട്ടുന്നില്ല. ആ സമയത്ത് നമ്മുടെ ജീവൻ്റെ ഒരു അമ്മാവൻ, സുധാകരൻ എന്നാണ് പേര്. അപ്പോൾ ആ പുള്ളി പറയുന്നുണ്ട് ഞാൻ ജീവൻ്റെ അമ്മാവനാണ്. അപ്പോൾ ഇവിടെ ആകെ എന്തോ ഒരു പന്തികേടുണ്ട്, എന്തൊക്കെയോ സംതിങ് നടക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയും, പെൺകുട്ടി ഇവിടെ ഇല്ലേ എന്നുള്ളത് ഈ സുധാകരൻ അമ്മാവൻ ചോദിക്കുകയാണ്. നമ്മുടെ ജീവൻ്റെ അമ്മാവനാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു അവസാനം ഒടുവിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ബാലനാണെങ്കിലും ശരി ഗോമതിക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചേച്ചി വന്നിട്ട് പറയണം, അതെ പെൺകുട്ടി ഇവിടെ ഇല്ല, പെൺകുട്ടിയെ രാവിലെ മുതൽ കാണാനില്ല എന്ന് പറയണ. അപ്പോഴേക്കും ജീവനും ജീവൻ്റെ അച്ഛനും അമ്മയും ബാക്കി എല്ലാവരും അന്തം വിടണം. എന്ത് പെൺകുട്ടിയെ കാണാനില്ലെന്ന്, എന്തു പറ്റി, അതൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അപ്പോഴാണ് ബാലൻ കാര്യങ്ങളൊക്കെ പറയണത്. അതായത് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കും അറിയില്ല. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ അനുമോളെ കാണാനില്ല. അപ്പോൾ അങ്ങനെ പറയണം. എന്നിട്ട് ബാലൻ വിഷമിക്കണം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഇപ്പം അവളെ കൊണ്ടുവരാം എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ വരുന്നത് എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ പിന്നെ ജീവൻ്റെ അമ്മ ജലജ പറയുന്നു, നിങ്ങൾക്ക് പെൺകുട്ടിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യം ഇല്ലായിരുന്നു, അവൾക്ക് വേറെ എന്തെങ്കിലും അഫെയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ല കല്യാണ ദിവസം തന്നെ ഇങ്ങനെ കുട്ടിയെ കണ്ടില്ല എന്ന് പറയണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇവരാരാണ് നമ്മുടെ മീനാക്ഷിയൊക്കെ പറഞ്ഞു ഇല്ല ആൻറ്റി, അങ്ങനത്തെ ഒരു ഇതൊന്നും നമ്മുടെ അനുമോക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ജീവൻ പറഞ്ഞു എനിക്ക് അനുമോളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്, കാരണം അലോകിൻ്റെ കാര്യം എന്നോടെല്ലാം തുറന്ന് പറഞ്ഞതാണ് അനുമോള്. അപ്പോൾ അവൻ പല രീതിയിലും തന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും അനുമോൾ അങ്ങനെ ഒരു രീതിയിൽ പോവില്ല എന്നുള്ളത് ജീവൻ തന്നെ ജീവൻ്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ പറയണം. ആകെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി. എന്താ ചെയ്യണം, ആരും ഒരു ഇതൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ സമയം നമ്മുടെ അലോക് നമ്മുടെ അനുമോളെ കെട്ടൊക്കെ അഴിച്ചിട്ട് എണീപ്പിക്കാൻ അവിടെ നിന്ന് അനുവിനെയും കൊണ്ട് നേരെ ഒരു കാറിൽ കൊണ്ടുവന്ന് അനുവിനെ തള്ളി ആ കാറിൻ്റെ അകത്തോട്ട് കയറ്റുകയാണ്. അനു ആണെങ്കിൽ കരച്ചിലാണ്. എന്നിട്ട് പറഞ്ഞിട്ട് വാ അടച്ചിരിക്കടി എന്ന് പറഞ്ഞിട്ട് നേരെ അലോക് ഈ അനുവിനെയും കൊണ്ട് നേരെ ദേവമംഗലത്തേക്ക് വരണം കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവൻ്റെ അമ്മയാണെങ്കിലും ഞങ്ങളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ, നിങ്ങൾക്ക് തുടക്കം തന്നെ പറഞ്ഞൂടെ, അല്ലെങ്കിൽ രാവിലെ തന്നെ പറയാൻ പാടില്ല, ഞങ്ങൾ ഈ ബന്ധുക്കളെയും മറ്റ് റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അവരെയൊക്കെ മുമ്പിൽ ഞങ്ങളെയും കൂടെ ഇൻസൾട്ട് ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ജീവൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മാവനും എല്ലാവരും കൂടെ. പക്ഷേ ഇതൊക്കെ കേട്ട് നിൽക്കാനേ നമ്മുടെ ബാലനും ഗോമതിക്കും അതുപോലെ തന്നെ ജീവനും ആനന്ദിനും ഒക്കെ പറ്റുള്ളൂ. കാരണം ആകാശിനൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും പറയാനില്ല. ആ മീനാക്ഷിയും ഇത്രയും അതുപോലെ ദേവിയൊക്കെ ആണെങ്കിൽ അവർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആക്ച്വലി ഇതിലെന്താ അനുമോക്ക് സംഭവിച്ചത് എന്നുള്ളത് കൂടി അറിയത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ എല്ലാവരും നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്താണ് നമ്മുടെ അലോക് ഒരു കാറിൽ വന്ന് ഇങ്ങനെ ദേവമംഗലത്ത് നിൽക്കുന്നത്. ആലോക് ഇങ്ങോട്ട് കാറിൽ നിന്ന് ഇറങ്ങണതും കളി മാറിയില്ലേ, നമ്മുടെ ആകാശവും ആനന്ദവും കൂടെ ചെന്നിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. ആലോകിനെ അങ്ങോട്ട് പിടിച്ച് കെട്ടി എനിക്ക് കൊടുക്കാൻ കേട്ടോ. ആ സമയം നമ്മുടെ അച്യുതനും ആനന്ദവും ഒക്കെ അവിടെ വരെയാണ്, ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരെയാണ്, എന്താ അവിടെ സംഭവിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അച്യുതനും ആനന്ദമല്ലല്ലോ ഒന്ന്, അച്യുതൻ്റെ ബ്രദറിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി കേട്ടോ, മറന്നുപോയി. അപ്പോൾ എനിക്കറിയില്ല. അച്യുതൻ്റെ ചേട്ടനൊക്കെ വരെയാണ്. അപ്പോൾ ആലോകിനെ പിടിച്ചിട്ട് നല്ല കീറ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ആകാശവും അവരൊക്കെ ചേർന്നിട്ട് നല്ല കീറ് കൊടുക്കുകയാണ്. എവിടെയിടാ എൻ്റെ അനുജത്തി, എവിടെയിടാ, നീ ഇതിൽ പങ്കുണ്ടെന്നുള്ളത് അറിയാം, ഞങ്ങൾക്ക് അറിയാടാ, എന്താടാ എൻ്റെ പെങ്ങളെ നീ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കിടന്ന് തല്ലുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ഗോമതിയും ബാലനും അതുപോലെ എല്ലാവരും അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ബാലൻ അലോകിനെ പിടിച്ചിട്ട് നിനക്ക് ഇത്രയും നാൾ കിട്ടിയതൊന്നും പോരല്ലേടാ, എൻ്റെ മോളുടെ ദേഹത്ത് ഒരു പോറൽ വീണിട്ടുണ്ടെങ്കിൽ നീ ജീവനോടെ ഇവിടെ നിന്ന് ഒരടി അനങ്ങൂല. പക്ഷെ ആ സമയത്തും അലോക് ഒരക്ഷരം മിണ്ടാണ്ട് അടി മൊത്തം കൊള്ളയാണ് കേട്ടോ. എന്ന് വെച്ചാൽ
അലോക് ഉദ്ദേശിച്ചത് മുഹൂർത്തം കഴിയണം, കല്യാണം നടക്കാതിരിക്കണം എന്നൊക്കെയുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അലോകിൻ്റെ കണക്കൂട്ടലൊക്കെ തെറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ ആകെ അടിയുടെ മേളമാണ് ഈ സമയം. നമ്മുടെ ജീവനും അവരൊക്കെ പറയണല്ലോ, ധർമ്മനൊക്കെ എത്തിയാണ്, സോറി ജീവനല്ല, നമ്മുടെ ധർമ്മനും അതുപോലെ തന്നെ ആനന്ദും അവരൊക്കെ എത്തിയിട്ട് നല്ല അടി അങ്ങോട്ട് കൊടുക്കണം അലോകിന്. പിടിച്ചിട്ട് ഇടിയെന്ന് വെച്ചാൽ നല്ല ഇടിയാണ്, എന്ന് വെച്ചാൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഇടിച്ചങ്ങോട്ട് പരത്തണ സീനാണ് അലോകിന്. അലോക് അടി കൊണ്ട് കുറേ കിട്ടിയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ അനുവിൻ്റെ ജ്യേഷ്ഠന്മാരുടെയും അച്ഛൻ്റെയൊക്കെ കുറേ തല്ല് വഴി നീളെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ അലോക്. അവസാനം ഈ അലോക് ഒന്നും പറയണില്ല കേട്ടോ, ഉള്ള അടി മൊത്തം കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഗോമതി ചെന്നിട്ട് എടാ സത്യം പറയടാ, എൻ്റെ മോൾക്ക് എന്താടാ പറ്റിയത്. അപ്പോഴേക്കും നമ്മുടെ ജീവനും ജീവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വന്ന് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ എന്താടാ എൻ്റെ മോൾക്ക് പറ്റിയത്, നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ, കൃത്യം എൻ്റെ മോളുടെ കല്യാണം മുടക്കി എന്നാണ് നിൻ്റെ വിചാരമെങ്കിൽ അതൊരിക്കലുമില്ല. എൻ്റെ മോളുടെ കല്യാണം ഞാൻ വിചാരിച്ച പോലെ തന്നെ നടത്തൂടാന്ന് ബാലൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ജീവൻ്റെ അമ്മ പറയും, ഇനി എന്തിനാ കല്യാണം നടത്തുന്നത്, ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ മകളെ എന്നുള്ളത് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കാവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഏതോ ഒരുത്തൻ തലേ ദിവസം ഒരു കല്യാണ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് പിറ്റേന്ന് കൊണ്ടുവന്ന് അവളെ എന്ത് ചെയ്തു ഏത് ചെയ്തു എന്നൊന്നും ആരും അറിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് ഈ പെൺകുട്ടിയെ ഇനി എൻ്റെ മകന് കെട്ടിക്കൊടുക്കണം. സ്വാഭാവികമായിട്ടും ഏതൊരച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അത് ചോദിക്കുക. അപ്പോൾ അത് തന്നെയാണ് ജീവൻ്റെ അമ്മ ചോദിച്ചത്. അത് കേട്ടപ്പോൾ ആകെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമമാവേണം കേട്ടോ. പക്ഷേ അപ്പോഴും ഈ അലോക് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ മോൾ എന്തിയെന്ന് ചോദിക്കേണ്ട വീണ്ടും അടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അടി മൊത്തം കൊണ്ടുകൊണ്ട് നിൽക്കുന്ന സീനോട് കൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ആ കാറിനകത്ത് നിന്ന് അനുമോൾ ഇറങ്ങി വരുമ്പോൾ അനുമോൾ സത്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവരെല്ലാവരും വിശ്വസിക്കുമോ, ജീവൻ അത് ഉൾക്കൊള്ളൂ എന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഈ കല്യാണം തന്നെയാണോ നടക്കുന്നത്. എന്തായാലും അലോകിൻ്റെ കാര്യം കട്ടപ്പോകാം. കാരണം എന്ന് വെച്ചാൽ അലോക് ഇനി അലോക് 2 കാലിൽ നടക്കില്ല, അത് സുനിശ്ചിതമായ കാര്യമാണ്. അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. അതോടൊപ്പം തന്നെ എല്ലാവരും ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷം നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.